മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മറ്റൊരു കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രില്ലിൽ മറ്റൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. ഇന്ന് രാത്രിയാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രാത്രിയാണ് ഗൈസ്. നമുക്ക് രാവിലെ ആവണം. അതിന് മുമ്പേ ഗൈസ് നമ്മുടെ ഷോറൂമും കാര്യം തന്നെ ഇന്ന് രാത്രി വണ്ടികളും കാര്യം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികൾ എനിക്ക് ജസ്റ്റ് ഒന്ന് എടുക്കണം. അതിനാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ വീഡിയോട്ട് പോകണം, ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. നമുക്ക് ഡ്രസ്സിങ് വാർഡ്രോബിൻ്റെ അടുത്തോടെ നമുക്ക് പോകാം. ഡ്രസ്സ് നമുക്ക് മാറ്റണം. പിന്നെ നാളത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലായിരിക്കും. എന്നൊരു കാര്യത്തിന് ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് ബ്ലാക്ക് കോട്ട് ഇടണം. ഇന്നല്ല, നാളെ. അയ്യോ, ബ്ലാക്ക് ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ. ഓക്കെ, പോലീസ് അറിയാതിരിക്കാൻ ഒരു മാസ്കും കൂടെ ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് കൊണ്ടുവന്ന പുതിയ വണ്ടി തന്നെ നമുക്ക് പോകണം. ഏതാണ് വണ്ടി എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ബാനിലിൻ്റെ TNT ആണ്. ഹെൽമെറ്റൊന്നും ഇടണ്ട കേസ്. നമുക്ക് ഓൾറെഡി തന്നെ കേസൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പോലീസാണ് പിടിച്ചങ്ങനെ നിർത്തിയാലോ. അതുകൊണ്ട് കുറച്ച് ഹെൽമെറ്റൊക്കെ ഇടാം. എൻ്റെ കയ്യിൽ പുകയൊക്കെ ഉണ്ടല്ലോ. പുകയുടെ ലൈസൻസൊക്കെ എല്ലാം ഉണ്ട്. നമ്മുടെ ഡുഗാട്ടിയും ബ്ലൂ ആണ്, ഇതും ബ്ലൂ ആണ്. ഈ രണ്ട് വണ്ടികളും ബ്ലൂ ആണ് ഈ സമയത്തുള്ള. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ബാക്കിയെല്ലാം രാവിലെ. ഇതൊന്ന് പെട്രോളും കൂടെ ഒന്ന് അടിക്കണം ഗൈസ്. ഇതാണ് നമ്മളെ ഷോറൂം. നിങ്ങൾ പറഞ്ഞ പോലെയൊന്നും അല്ലേ നമ്മൾ ഇട്ടിട്ടുള്ള. ഇങ്ങനെയാണ് ബ്ലാക്ക് ലെമ്പോർഗിനി വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് ഞാൻ പുതിയതായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന വണ്ടിയും കാര്യം തന്നെ ഞാൻ കാണിക്കുന്നത്. രണ്ട് വണ്ടികളാണ്. ഒരു ഹയാബൂസ ഉണ്ട്. അത് നമ്മളെ വർക്കറിൻ്റെയാണ് വർക്കറിന്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹയാബൂസയാണ്. അവനിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി കാര്യം വന്നിട്ടുണ്ട്. അവനാണ് എൻ്റെ താഴെ നിൽക്കുന്ന എൻ്റെ പാർട്ട്ണർ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം പൈസ മുഴുവൻ എൻ്റെതാണ്. അപ്പോൾ എനിക്കും കൂടെ കുറച്ച് പൈസ അവൻ എനിക്ക് തന്നിട്ട് പാർട്ട്ണർ ആകുമ്പോഴാണെന്ന് ചോദിച്ചാൽ അവൻ ആയിട്ടുണ്ട്. ചെറിയൊരു പാർട്ട്ണർ ജോബ്. അപ്പോൾ നമുക്ക് നൈറ്റായിട്ട് ഇപ്പോൾ എത്ര മണിയായി? ഓ, ഇത്രേ ആയല്ലോ. രാത്രി 3 മണിയാണ്. അപ്പോൾ രാവിലെ ആയിട്ട് കാണാം. രാവിലെ ആയിട്ടുണ്ട്. ഇന്നലെ നൈറ്റിനാണ് നിർത്തി വെച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഭയങ്കര ലാഗല്ലേ. ഞാൻ വന്ന വണ്ടി പുതിയ ഞാൻ കൊണ്ടുവന്ന വണ്ടിയാണെന്നറിയാൻ നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും. ഞാനും എക്സൈറ്റഡാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പറത്തണം. നല്ല നമുക്കൊന്ന് പറപ്പിക്കലൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ. അടുത്തതിൻ്റെ വീഡിയോയിൽ നമ്മൾ കേസൊക്കെ നമ്മൾ കുറച്ച് തീർത്ത് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഷോറൂം. ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥ ഒരു ടൈം ഒന്ന് കിട്ടിയത് ഗൈസ്. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. ഒന്ന് ഇങ്ങോട്ട് വേണം നമുക്ക് നിർത്തിയിടാൻ. ഓക്കെ, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പകരം നമ്മൾ പുതിയ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി കാര്യം തന്നെ പോകുന്നത്. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സൈക്കിൾ എത്തിയിട്ടുള്ളത്. ആ സൈക്കിൾ എന്നും ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ വേറെയുള്ള സൈക്കിളുകൾ നമ്മളെ സ്റ്റോക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഗൈസ്. കാരണം ഇവിടെ ഞാൻ സൈക്കിളും കൂടെ വെച്ച് ചെറിയ വണ്ടികൾ, ചില വണ്ടികളൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടൊരു നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഒരെണ്ണത്തിന് ഗ്ലാസ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയാണ് ഗൈസ് വണ്ടി ഉള്ളത്. നിങ്ങൾ വണ്ടി കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആവും. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിച്ചതിൻ്റെ പവറാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾ എന്നെ 60 അല്ല 50 കിടന്ന 59 കിടന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ പെട്ടെന്ന് എനിക്ക് 89 ആക്കി തന്നെ ഞാൻ താങ്ക്സ്, നല്ല താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പോൾ വണ്ടി ഗൈസ് ഇവിടെയാണ് ഗൈസ്. വണ്ടി അപ്പുറത്താണെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പുറത്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ടൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് നോക്കിയിട്ട് കാണാം. ഇല്ലേ, ഹെൽമെറ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് വെച്ചോട്ടെ. ഇതെന്തിന് ഹെൽമെറ്റ് ഇട്ട് വെച്ചാൽ ഹെൽമെറ്റ് ഊരിയിട്ടുണ്ട്. നമുക്ക് വണ്ടി കാണാം. കാണാൻ എക്സൈറ്റഡായി നിങ്ങളിതാ കണ്ടോ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ രണ്ട് വണ്ടികൾ. ഒരു
കോയിൻജിനസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു സെൻവോ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. ഇത് നമ്മളെ ബാക്ക് കാണുമ്പോഴത്തേക്കും ഫെറാറി പോയും ഫ്രണ്ടൊക്കെ കാണുമ്പോഴത്തേക്കും ലെംബോർഗിനി പോയും BMW പോലെ എല്ലാം കൂടെ ബുഗാട്ടി എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കാറാണ് സെൻവോ ഇറക്കിയിട്ടുള്ളത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വണ്ടി. കോയിൻജിനസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുന്ന പോലത്തെ മോഡൽ ഡോറുകൾ, ഔഡിയുടെ ടയർ, ഇതൊക്കെ വെച്ചാണ് ഈ വണ്ടി ഉണ്ടായിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടൊരു കസ്റ്റമൈസ് ചെയ്ത കാറാണ്. അപ്പോൾ കോയിൻജിനസ് നമ്മൾ നാളെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിടാൻ നമ്മൾ പറയും. ഈ വണ്ടി നമ്മൾ നാളെ തന്നെ അയക്കും ഗൈസ്. ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞ 2 സർപ്രൈസ് അല്ലായിരുന്നു. ഞാൻ ഒരു സർപ്രൈസ് ആയതാണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഇത്രയും നല്ല വണ്ടി നമ്മളതിൽ ഇരുന്നാൽ ചിലപ്പോൾ കള്ളന്മാരൊക്കെ എടുത്തുകൊണ്ട് പോയാലേ നമ്മൾ ബേസിലോട്ട് പറഞ്ഞു വിട്ടേ. നമ്മളെ ബേസിലോട്ട് നമ്മൾ പറഞ്ഞു വിടും. ഇന്ന് മാത്രമേ നമ്മളിത് ഓട്ടിക്കത്തുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കിയോ. നമ്മളെ ബുഗാട്ടി നോക്കാൻ വേണ്ടി ഒന്ന് പോകണം ഗൈസ്. എപ്പോഴെപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു കൗതുകം, ഒരു കൗവാണല്ലോ, ഒരു കൗതുകം മാറു കൗതുകം. ഓക്കെ, നമുക്ക് കയറി നോക്കിയേക്കാം ഗൈസ്. എനിക്ക് ഭയങ്കര ഇതാണ് ഇഷ്ടമാണ് ആ ബുഗാട്ടി കാണുന്നത്. അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു റെഡ് വീടല്ലേ. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബുഗാട്ടി ഇപ്പോഴും ഇവിടെ തന്നെ നല്ല സെറ്റപ്പായിട്ട് കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം. അയ്യോ ഗൈസ്, കീ നമ്മളെ കയ്യിലില്ല ഗൈസ്. കീ നമ്മളെ വീട്ടിനകത്തിരിക്കണം. നമുക്ക് വണ്ടിയൊന്നും ഓട്ടിക്കണ്ട, കീ നമ്മളെ കയ്യിലുണ്ടല്ലോ. പിന്നെ പേടിക്കണ്ട. ഫ്യൂവൽ ടാങ്കൊക്കെ ബാക്കിലാണ് ഗൈസ്. 2 ഫ്യൂവൽ ഇറക്കാനല്ല, 1 ഫ്യൂവൽ വെച്ചുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എൻജിനൊക്കെ നോക്കണമെങ്കിൽ നമ്മളാണ്ട് ഈ ബാക്കിൽ കാണുന്ന സാധനം തുറന്ന് അകത്ത് കയറി നോക്കണം. ഫ്രണ്ടിലത്തെ ബോണറ്റ് പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഡിക്കി. അതായത് നമ്മളെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉള്ളത് ഫ്രണ്ടിലാണ്, നമ്മളെ ബോണറ്റിൻ്റെ സൈഡ്. അതായത് നമ്മളെ ഇൻഡവറിൻ്റെയൊക്കെ ബോണറ്റിൻ്റെ സൈഡിലാണ് എൻജിൻ വെച്ചിട്ടുള്ളത്. ഇത് മറിച്ച് തിരിച്ചാണ്. അതായത് സൂപ്പർ കാർസിനൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ ലെംബോർഗിനിക്കൊക്കെ അങ്ങനെയാണ്. ഫ്രണ്ടിലാണ് കപ്പാസിറ്റിയൊക്കെ വരുന്നത്. ബാക്കിൽ വരുന്ന നമ്മളെ സ്വിഫ്റ്റ് വരെ ടൈപ്പൊക്കെ ഉള്ള, വാഗണർ വരെ ടൈപ്പുള്ള വണ്ടികളാണ്. നമ്മളെ എൻഡവർ, പിന്നെ നമ്മളെ ഇതേപോലെയുള്ള നമ്മളെ സ്കോർപ്പിയോ അങ്ങനെയൊക്കെ ഉള്ള വണ്ടികളാണ്. ഓക്കെ, പറയുമ്പോൾ ആ വണ്ടി ഡീസലും കൂടെയാണ്. നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി കുറച്ച് ഫ്യൂവൽ അടിക്കണം കേട്ടോ ഗൈസ്. ഇത് വന്നതേ ഉള്ളൂ ഗൈസ്. ഇത് അവിടെ നിന്ന് കുറേ ദൂരം ട്രാവൽ ചെയ്യിപ്പിച്ചാണ് അവർ കൊണ്ടുവന്നത്. ആദ്യം കുറേ പേര് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി, കാരണം ഇത് ഒറ്റ പീസേ ഉള്ളൂ ഗൈസ്. ഇത് വരുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ഗൈസ്. ഈ സെൻവോ നമുക്കായിട്ടാണ് വരുത്തിയത്. ചില ഗെയിമേഴ്സ് മാത്രമാണ് ഈ സെൻവോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലും ഇതുണ്ട്. നമ്മളിതാ സെൻവോ എടുത്ത് നമ്മളിതാ പറഞ്ഞിട്ടുണ്ട്. തനിയെ ഡോറൊക്കെ തുറക്കും കേട്ടോ. അതാണ് സെൻവോൻ്റെ മറ്റൊരു പ്രത്യേകത. തിരിച്ച് നിർത്തണം. സെൻവോ അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. അത്യാവശ്യം ബോറൊന്നും അല്ല. ഓറില്ല. നമ്മളെ നിസാനിൻ്റെ സ്പോയിലർ എല്ലാം സൂപ്പർ കാറുണ്ട്. മസ്താങ്ക്, അത് ഇതെല്ലാം പല പല സൈഡുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫുൾ ടാങ്ക് അടിച്ച് തീർത്തിട്ടുണ്ട്. ചേച്ചി ഗൂഗിൾ പേ ചെയ്യാമേ. ഓടാ മോനെ. എങ്ങനെയാണ് ചേച്ചി പറഞ്ഞു? ഓടാൻ നമ്മളടുത്ത് എന്തിനും ഓടാൻ. അപ്പോൾ നമുക്ക് സെൻവോ കൊണ്ടുവന്ന് നമുക്ക് നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുവന്ന് കുറച്ചിടണം. എന്നിട്ട് നമുക്ക് ഇത് ഇനി അവർ നമ്മളെ ബേസിലോട്ട് കൊണ്ടുപോകും ഗൈസ്. നമ്മുടെ ബേസ്
ഗൈസ് ഒരു കടലിൻ്റെ നടുക്കിലാണ് അപ്പോൾ അവിടെ നിന്ന് വണ്ടികളൊക്കെ ഇടുന്നത്. ചില ഷാർക്കുകളൊക്കെ അങ്ങോട്ടൊക്കെ വരും ഗൈസ്. നൈറ്റ് വിഷ് ഇതുവരായിട്ട് ഓഫാക്കിയിട്ടില്ല കേട്ടോ. ഇതാണ് ഗൈസ് അടുത്ത് പോകാൻ വേണ്ടി കിടക്കുന്ന പ്ലെയിന്. ഈ പ്ലെയിൻ്റെ അകത്ത് നമുക്കൊന്ന് കയറാൻ പറ്റും നോക്കിയാലേ ഗൈസ്. നമുക്കൊന്ന് കയറാൻ പറ്റും നോക്കി നോക്കാം. ഞാൻ പണ്ടൊക്കെ കുറേ പ്ലെയിനൊക്കെ ഓടിച്ചിട്ടുള്ളതാണ്, എന്നാലും ഇതും കൂടെ ഒരു മോഹം. കൗതുകമില്ല ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി സാധിക്കുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് വന്ന് കയറി നോക്കാം. വണ്ടി പൊട്ടുമോ ഗൈസ്? മിസ്സൈൽ വെച്ചൊരെണ്ണം കൊടുത്താലേ. ഇല്ല, നമ്മളെ വണ്ടി അപ്പുറത്തോട്ട് പോവില്ലേ, അത് ഞാൻ മറന്നുപോയി. ഗൈസ് നമുക്ക് കയറാനൊക്കെ പറ്റും. സൂപ്പറാണ് അത്യാവശ്യം. ഓക്കെ, വണ്ടിക്കകം ഗൈസ് നമ്മൾ എടുത്ത് ഗൈസ് പ്ലെയിൻ നമ്മൾ ഞാൻ കുറേ ഓടിച്ചിട്ടുണ്ട് ഗൈസ്. പണ്ടൊക്കെ ഞാൻ ഇവിടുത്തെ എയർപോർട്ടിലെ പൈലറ്റ് ആയിരുന്നു. കാർഗോ ഫ്ലൈറ്റും കൂടെയാണ് ഗൈസ്. അത് കാർഗോ കിടക്കണേതാ രണ്ടിലേതോ ഒന്നാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ഇങ്ങോട്ട് നിർത്തിയിട്ടിട്ട് നമുക്ക് വെരിഫിക്കേഷനൊക്കെ നമുക്കൊന്ന് ഓക്കെ ആക്കണം. വെരിഫിക്കേഷൻ വരുന്ന ചേട്ടനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായി നമ്മൾ അടിച്ചിട്ടേക്കണ വെരിഫിക്കേഷൻ അടിച്ചു നോക്കാം. ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താ മനുഷ്യനെ ചുമ്മാ വിടാനും സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ ഈ ഫ്ലൈറ്റ് പോകും വല്ലതും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ചോദിച്ചോ. ചേട്ടാ കുറച്ച് എൻ്റെ ഈ വണ്ടി കൊണ്ടുവന്നു ചേട്ടാ. സെൻവോ. സെൻവോ അതൊക്കെ നമ്മൾ അപ്പുറത്തോട്ട് എത്തിച്ചോളാം. നിങ്ങൾ ഇതാ ഒപ്പിട്ടായിരുന്നു. നമുക്കത് പൂരിപ്പിക്കാം. ഓക്കെ, നമ്മൾ മുഴുവൻ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഉണ്ട് മോനെ. കുറച്ച് ക്യാഷ് ഉണ്ട് മോൻ, ഏകദേശം ഒരു 30,000 രൂപ. 30,000 രൂപ. ഓക്കെ, ഞാൻ ക്യാഷ് അയച്ചു തന്നിട്ടുണ്ട് ചേട്ടാ. എനിക്ക് പേയ്മെന്റ് ആയിട്ടുണ്ട് മോനെ, നന്ദിയുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എവിടെ പോകണമെങ്കിൽ നീ 555 ഒന്ന് അടിച്ചു നോക്കിയാണ്. 5-5 എയർക്രാഫ്റ്റ് വന്നിട്ടുണ്ട് മോനെ. ഇത് നമ്മളെ കമ്പനിയുടെ എയർക്രാഫ്റ്റ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് എയർക്രാഫ്റ്റും കൊടുത്തു വിടുന്നുണ്ട്. ഗൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗവൺമെന്റ് ഇപ്പോൾ എയർക്രാഫ്റ്റും കൊടുത്തു വിടുന്നുണ്ടെന്ന്. എൻ്റെ മക്കളായത് സീനാന്നല്ല ട്രാവൽ ചെയ്യാൻ വേണ്ടി. പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. പക്ഷേ പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ലൊക്കേഷനൊക്കെ അവർ നോക്കി കണ്ടുപിടിച്ചോളും. മോനെ നമ്മളെ വണ്ടികളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയണോ? ഞാൻ മരിക്കുമോ ജീവിച്ചിരിക്കുമോ എന്നുള്ളതാണ് നിലവിൽ അറിയാൻ വേണ്ടിയുള്ള സത്യം. 9129 അടിക്കാൻ കഴിച്ച് നമ്മൾ ഫ്ലൈറ്റിൻ്റെ മുകളിലല്ലേ ഇരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കഥമായ നമ്മൾ. ഓക്കെ, നമുക്കിനി സെൻവോ എടുക്കണ്ട. നമുക്കിനി കോയിൻസിനസ് എടുത്ത് നമുക്ക് നേരെ വീട്ടിലോട്ടൊന്ന് പോകണം. അപ്പോൾ അതിന് നമുക്ക് ഇവൻ്റെ വണ്ടിയും കാര്യം തന്നെ ഉപയോഗിക്കാം. ഗൈസ് വണ്ടി ഹയാബൂസ വൈറ്റ് വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ട് വൈറ്റ് ബൈക്ക് ഗൈസ്. ഹയാബൂസ അല്ലെങ്കിൽ വേണ്ട ഗൈസ്, അവൻ്റെ അടുത്ത് പറയണ്ട. പോകുമ്പോഴത്തേന് അവൻ ചോദിക്കും ഗൈസ്, അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഗൈസ് നമ്മളിതാ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കോയിൻസിനസ് കണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കീയും കാര്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിതാ വണ്ടിയും കൊണ്ട് നമ്മളിതാ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? ലൈക്ക് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ തരുന്നതായിരിക്കും. പൊളി മച്ചാമായിരിക്കും. ഗുഡ് ബൈ. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോന് ശേഷം എൻ്റെ അമ്മമാരെ സംസാരം എൻ്റെ അകത്തുണ്ടായിരുന്നു. സോറി ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ വലിയ മച്ചായിരിക്കും. ഗുഡ് ബൈ.
തെറ്റുകൾ ഞാൻ ക്ഷമിക്കാം.